അതിലേക്ക് എല്ലാ പ്രദോഷത്തിനും അവിടെ പോകും. ശിവനെ തൊഴാൻ പോകും. കൈലാസത്തിലാണോ അപ്പൊ കുബേരൻ അവിടെയാണോ? അത് വൈശ്രവണനാ. അതെ, ഇയാളുണ്ട്. അപ്പൊ കുബേരൻ ഇയാള് എല്ലാം പോകുമ്പോ അപ്പൊ ഇയാൾക്ക് സമ്പത്തിന്റെ ലെവലാ, കാശ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഈ ഒരു ദിവസം ഒരു കൊല്ലം, അതാണ് ഗണപതിപ്രാതിലെ ചാക്യാര് ഇതില് പറയുന്നുണ്ട്, ഒരു കൊല പഴമായിട്ട് ചെന്നു വഴിപാടി വൈശ്രവണൻ. ഒരു കൂടെ എന്തെങ്കിലും ഒന്ന് ഇല്ലാണ്ട് പോണ ശരിയില്ല പറഞ്ഞിട്ട് ഒരിക്കൽ പോയപ്പോ ഒരു നല്ല കൊലയിട്ട് പോയി. അത് വഴിപാട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് ശിവന്റെ അവിടേക്ക് അപ്പളേക്കും ഗണപതി ഇത് കണ്ടു. ഗണപതി പിന്നിൽ കൂടി. അപ്പൊ അത് ആ പഴക്ക് തരുമോ? അല്ല, അത് ഞാൻ അവിടെ സമർപ്പിക്കാം, അങ്ങനെ വേണ്ടിയിട്ടുള്ളൂ. അതില്ല, അവിടെ ചെന്നാൽ എനിക്ക് മാപ്പ് സുബ്രഹ്മണ്യന്റെ എല്ലാവരും കൊടുക്കും. ഇത് എനിക്കല്ലെങ്കിൽ തുറന്നു പറഞ്ഞ അങ്ങനെ പിടിച്ചാല് അതെന്താ നിൽക്കും എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണ് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ഗണപതി അപ്പുറത്തേക്ക് കിട്ടാൻ വേണ്ടി കാത്തിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇവിടുത്തെ മഹാപരിമളാവും അവർക്ക് ഇവിടുത്തെ കാര്യം ഒന്നും ഇവർക്ക് തിന്നാനൊന്നും കൊടുക്കാണ്ടാവില്ലേ എന്നൊക്കെയാണ് അയാളുടെ സംശയം. എനിക്ക് തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു നന്നായി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അല്ല, എനിക്കൊരു ചെറിയൊരു മോഹം കൂടി ഉണ്ടായിരുന്നു. എന്താ, എനിക്ക് ഈ ഗണപതിക്ക് ഒരു എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പൊ അത്രയല്ലേ ഉള്ളൂ കണക്കാക്കിയത്. അപ്പൊ ശിവൻ പറഞ്ഞു അതൊന്നും വേണ്ട, വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ. അത് ഇവിടെ ഇങ്ങനെ ഒരു അയാൾക്ക് സ്വതേ അയാളുടെ ജാതിയുടെ സ്വഭാവമാണ്. അത് എത്ര കിട്ടിയാലും മതിയാവില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് പരിഗണിക്കുമെന്ന് നമുക്ക് സാരില്ല. അല്ല, എനിക്കിങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു എന്തായാലും ഇയാളെ ഒരു ദിവസം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വേണം, എന്തിനാന്നൊക്കെ പറഞ്ഞു. ആദ്യം നിരുത്സാഹപ്പെടുത്തി നോക്കി. പക്ഷെ പരിശ്രമം വേണില്ല, എന്തായാലും വേണം. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതാ, അനുവദിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശിവൻ പറഞ്ഞു. ശിവനെ മനസ്സിലായി ഇയാളുടെ ഒരു ഇതിന്റെ ദേശ അഹങ്കാരമുണ്ട്, അത് തീർക്കും വേണം. ഇയാളാണ് ഏറ്റവും ലോകത്തിലെ വലിയ പണക്കാരൻ. അവസാനം സമ്മതിച്ചു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ വേണ്ടത് എന്ന് വെച്ചു. അപ്പൊ എന്നാച്ചാവാം. അല്ല, എന്നാച്ചാവാം. ഇപ്പൊ നാളെ അങ്ങനെ പറ്റും? അല്ല, നാളെ അല്ല, അതിൻ്റെ ഒരുക്കൊക്കെ വേണ്ടേ, അതിൻ്റെ സമയമൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് ഒരു മാസം സമയം എന്തോ അവർ പറഞ്ഞു. നന്നാവാം, ശരി, അങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ശിവൻ അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടെ. ഇവിടെ 2 ഉണ്ണികളുണ്ട്. അതിലുള്ള ഈ സുബ്രഹ്മണ്യനും ഇയാളും ഒപ്പടം ഒരുമിച്ചാ കളിക്കുക ഒക്കെ ഇതാണ്. ഈ ഗണപതിനെ മാത്രം കൊണ്ടുപോയാൽ മറ്റാള് ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ബുദ്ധിമുട്ടാവില്ലേ? വിശ്രമണ എന്താ വേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇയാൾ പറഞ്ഞു അതിനെന്താ വിരോധം, അതിനും കൂടി ആയിക്കോട്ടെ, 2 ആളായിക്കോട്ടെ, അതിനൊന്നും വരുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ 2 ആൾക്കുണ്ട് അല്ലേ? ആ, അങ്ങനെ ആവാം. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഒന്നുകൂടി വിളിച്ചു. അതേ, ഈ ഞാൻ ഇവിടുത്തെ കുട്ടികളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാറില്ല. ഒന്നുകിൽ പാർവതി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒരാൾ വേണം, അല്ലാണ്ട് ഈ കുട്ടികൾ മഹാവിരുതിയാണ്. അപ്പൊ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ 2 പേരും കൂടി തല്ലൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒരാളില്ലാണ്ട് എങ്ങനെ പോയി? അല്ല, അപ്പൊ അവിടുന്ന് കൂടി വന്നാൽ നടക്കില്ല. അപ്പൊ ഞാനും വരണം. അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ, 3 ആളായിക്കോട്ടെ, ശരി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാനിപ്പോ പാർവതിയെ മാത്രം കൊണ്ട് വിട്ടിട്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ശരിയാച്ചാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ. അപ്പൊ 4 ആളായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അതേ എന്തായാലും മകളും ഉണ്ട് ഇവിടെ, അവര് ഭദ്രകാളി. അപ്പൊ അതിനെപ്പോ എങ്ങനെയാ, ഇപ്പൊ അതായിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഭൂതഗണങ്ങളുണ്ട്, അവരൊന്നും വെറുതെ ഇവിടെ ഇരിക്കില്ല. ഞാൻ എവിടെ വെച്ചാൽ അവിടെ അവരും വരും. അല്ല, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വേണം. അപ്പൊ എല്ലാരും വേണം, കൈലാസനൊക്കെ വേണം. അങ്ങനെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയി ഈ സാധനം വലിയൊരു വിപുലായി മാത്രമല്ല, വലിയ പന്തലൊക്കെ നെടുമ്പര ദഹനക്കാരെ വിളിക്കേണ്ടി വന്നു. വലിയ ഗണപതിക്ക് ശേഷം ഈ പ്രാതൽ ടിഫിൻ കൊടുക്കാന്നേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് വലിയ സംഭവമായി. അങ്ങനെ ആയിക്കോട്ടെ, ഡേറ്റ് വന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇയാളെ ഇടയ്ക്ക് തൊഴാൻ വരുമ്പോ ഗണപതി. അപ്പൊ ഞാനേ എന്നാണ് വരണ്ടേ ഗണപതി? അല്ല, അതും നീ ഇത്രാം തീയതി പറഞ്ഞേക്കണം, എന്നാവാ. അല്ല, ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ എന്താണ് ഇങ്ങോട്ട് വരാം. പിന്നെ എങ്ങനെ? അല്ല, അത് വേണ്ട, അന്ന് മതി. ഇങ്ങനെ ധൃതി പിടിച്ച് അവസാനം ആ ദിവസം വന്നു. വിശ്രമം വെച്ചാൽ ഗംഭീര ഒരുക്കങ്ങളാ. വലിയ നെടുമ്പര ഒക്കെ കെട്ടി ധരണക്കാരെ കൊടുത്ത് വലിയ ചരമ്പും ചേർപ്പൊക്കെ ആയിട്ട് എത്ര വേണ്ടി വരിക. കൈലാസം മുഴുവനായി വരണതേ. അങ്ങനെ അവരെല്ലാവരും കൂടി വന്നപ്പോൾ ഈ ഗണപതി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഇവര് വരാൻ കൈലാസത്തിൽ നിന്ന് ഇവിടുന്ന് പട്ട് വിരിച്ചിരിക്കുക. പരവതാനി
ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ശിവൻ പാർവതിയിലേ വരണേ. ഗണപതി അതിന്റെ മുകളിൽ ഇങ്ങനെ എം ചവിട്ടി അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ലേശം നേരത്തെ വന്നു. പക്ഷേ കുറച്ച് സമയം ഉച്ചയ്ക്കാണ് ഊണ്. ഇവരും രാവിലെ നേരത്തെ വന്നു. നേരത്തെ വന്ന് ഇവിടെ വന്നപ്പോൾ ഗണപതി പറഞ്ഞു എനിക്ക് വിശക്കണു എന്നായി. അപ്പൊ എന്താ വേണ്ടത് വെച്ചില്ലേ, കാരണം ഉച്ചയ്ക്ക് ആവണേക്കോ, സദ്യയൊക്കെ ആവണേക്കോ. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ കഴിച്ചപ്പോൾ അതിനെന്താ അപ്പൊ കുറച്ചെന്തെങ്കിലും എടുത്ത് കൊടുക്കാം കുട്ടികൾക്ക്. അവർ ഇങ്ങോട്ടായിരുന്നു. ഞാൻ സുബ്രഹ്മണ്യം ഗണപതി കുറച്ച് എന്തെങ്കിലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആയ ചോറിന്ന് കുറച്ച് വിളമ്പാം. അത് ഞാൻ പോരാ, പിന്നെയും കൊണ്ടുവരും പിന്നെയും കൊണ്ടുവരും. അതിങ്ങനെ വിളമ്പി അവിടെ ഉണ്ടായിരുന്ന കുറെ കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂടി. വിളമ്പണേന്ന് തിരിച്ച് കഴിക്കുകയായി. പിന്നെ എന്താ വെച്ചാൽ ആ ദഹനപ്പരയെന്ന് ആൾക്കാരെ വരിയായി നിർത്തിയിട്ട് ബേസനിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ കൈമാറിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും കഴിയും. അങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഗണപതി എനിക്ക് ഇനിയും പോരാ, വിശക്കണു. അവിടെ ചെമ്പും ചരക്കും പന്തലും ഒക്കെ ആകെ പ്രശ്നം. അവിടെ ആകെ ഒരു ധൈര്യമാണ്. എന്താ വേണ്ട ശരി ഈശ്വരനെ ആകെ എന്താച്ചു. നമ്മളൊരു ഇതെന്താ ഇപ്പൊ ചെയ്യാ. അദ്ദേഹത്തിനെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ശിവന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സംസ്ഥാപനം കൊടുക്കണം, അങ്ങനെയാണ്, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശിവ അതിനാ സാരില്ല, ഉണ്ണി ഇവിടെ വരും. ഗണപതി വിളിച്ചു. ലേശം ഭസ്മം എടുത്തിട്ട് വയർക്കും, വയറ്റിട്ടു, കുറച്ച് 2 അടി കൊടുത്തു. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഈശ്വരനാകെ എന്താ വിട്ടു. ഇതിനപ്പോ അവിടെ ഇപ്പൊ എന്നും ഭസ്മാവോ തീറ്റ. അപ്പൊ ഈശ്വരന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് അത്രയുള്ളൂ. അത്ര വലിയ സാമ്പത്തിക ഇതുണ്ട് പറഞ്ഞില്ല. അവിടെ എളിമയാണ് ആവശ്യം. ശിവന്റെ മുമ്പില് ഏറ്റവും ഒരു കുവളത്തിന്റെ ഇല പറിച്ചു വെക്കുക, അത്രേ വേണ്ടു. അല്ലാണ്ട് അവിടെ പോയിട്ട് ധാരാളം ശിവൻ അതിൻ്റെ ഒരു ആധിപത്യത്തിനാണ് ഇയാളെ ഇങ്ങനെ ആക്കിയത് ശിവനാണ്. അവിടെ പോയിട്ട് ഭരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കഥ വൈശ്രവണന്റെ പറയാറുണ്ട്. ഗണപതി പ്രാതല എന്നാ പറയാ. ഈ കൂടിയാട്ടത്തിലെ ഒരു ദിവസത്തെ ഗംഭീരാണത്. ഈ കഥ ഇത് പറയണത് അദ്ദേഹം അവരൊക്കെ പറയുമ്പോ ഇങ്ങനെയൊന്നല്ല ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം അപ്പൊ വൈശ്രവൺ അവിടെ നിന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് ഒരു അപേക്ഷയും കൂടി ഇല്ലെന്ന് പറഞ്ഞു. അവിടെ ദഹനപ്പറയിലെ ചെമ്പും ചരക്കും ഒക്കെ പോയിക്കണം. ഒന്നുകൂടി തട്ടപ്പോ ഈ സാധനമൊക്കെ ഛർദ്ദിക്കും, ഈ ചരക്ക് വെക്കാൻ. ഇതൊക്കെ കഴിഞ്ഞു എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് തിരക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ചോദിച്ചു, വൈശ്രവണ ഒക്കെ ആയില്ലേ? ഒന്ന് കണക്കാക്കിയിട്ട് അല്ല, ഒരു കിണ്ടിയും ഒരു തട്ടും കൂടി ബാക്കിയുണ്ട്, അതുകൂടി. അപ്പൊ വൈഷ്ണവ് അഭിനന്ദിച്ചു. അങ്ങനെ വേണം. എന്താ വെച്ചാൽ എത്ര പൽക്കാരനായാലും സാരില്ലാന്ന് ഇരിക്കരുത്. അവനവന്റെ സാധനത്തിന് കണക്ക് വേണം. എത്ര ചെറുതായാലും നന്നായി വൈശ്രവണ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു വൈശ്രവണനെ. അങ്ങനെയൊക്കെ കഥ. നല്ല രസമായിട്ടുള്ള കഥയത്.